എന്റെ ക്ലാസ്മേറ്റിനെ ഞാനും ഒന്ന് കാണട്ടെ. തമ്മിൽ കണ്ടിട്ട് ഒന്ന് യാത്ര പറയ പോലും ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോവും. മഹി, മഹി, ദേ രമ മാഡം വിളിക്കുന്നു. എന്താമേ? മഹി, നിനക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേ? അതിന്റെ സംസ്കാരമെങ്കിലും കാണിക്കണ്ടേ? നീ കെട്ടാൻ പോകുന്നവളാണ് ദക്ഷ. അവൾ ഇവിടെ നിൽക്കുമ്പോ തന്നെ വീട്ടിലെ അടുക്കളക്കാരോട് കൊഞ്ചിക്കുഴയുന്നത് മര്യാദയല്ല. അതിന്റെ പേരാ സംസ്കാരമില്ലായ്മ. അമ്മേ, അത് എന്തത്? ഇതിന് എന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത്? ഞാനൊരു അധ്യാപകനാ. എന്റെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച സ്റ്റുഡന്റാ ചിന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥി ഏത് സമയത്ത് എന്ത് സംശയം ചോദിച്ചാലും അത് തീർത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. പഠിത്തത്തിന്റെയും ക്ലാസിന്റെയും കാര്യങ്ങളൊക്കെ അങ്ങ് ക്യാമ്പസിൽ മതി. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ ഇവിടെ വന്നിരിക്കുന്നത്. അവളുടെ കാര്യം ആദ്യം നോക്ക്, എന്നിട്ട് മതി മറ്റെന്തും. പറഞ്ഞത് മനസ്സിലായല്ലോ? വാ. നിനക്ക് ഈ ദരിദ്രവാസികളോടുള്ള സിമ്പതി ഒരിക്കലും തീരില്ല അല്ലേ? എന്താടി നീ പറയുന്നേ? കല്യാണി നമ്മുടെ ക്ലാസ്മേറ്റ് അല്ലേ? ഒരു ക്ലാസ്മേറ്റിനെ കാണുമ്പോൾ മോഹൻ തിരിച്ച് പോകണോ വേണ്ടത്? നിന്നോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? ഇവിടെ വെച്ച് ഈ ചർച്ച വേണ്ട, വീട്ടിലെത്തട്ടെ. ഇതിന്റെ ബാക്കി അവിടെ ആവാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. കാണാം. 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 ഓ, പ്രിയപ്പെട്ട സ്റ്റുഡന്റിന്റെ മുന്നിൽ അധ്യാപകന് ഭാവി വധുവിന്റെ കൈ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ ഞാനും ഒന്ന് കാണട്ടെ. തമ്മിൽ കണ്ടിട്ട് ഒന്ന് യാത്ര പറയ പോലും ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോവും. നിക്കവിടെ. ഇപ്പൊ വേണ്ട, പിന്നെ കാണാം. ഇപ്പൊ ഇവിടെ നിന്ന് പോവാൻ വാ. ശരി, വേണ്ടെങ്കിൽ വേണ്ട. എങ്കിൽ ഞാൻ പോയിട്ട് വരാം.
മഹി, നിന്റെ ഈ നാണം കുടുങ്ങിയ സ്വഭാവം മാറ്റണം. നിന്റെ ഭാര്യയാകാൻ പോകുന്നവളാ ഇവിടെ വന്നിട്ട് പോയത്. അവളോട് നീ ഒരു ഹീറോയെ പോലെ പെരുമാറണം. എന്താ, മനസ്സിലായോ? ഉം. ഉം. ദക്ഷ എന്റെ മരുമകളല്ല, മകളാ. എനിക്ക് ആ മോളെ അത്രയ്ക്കും ഇഷ്ടോ. അവളുടെ തറവാടിത്തവും സ്മാർട്ട്നെസ്സും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു മരുമകൾ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദക്ഷ. ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്ററുടെ മകളാണ് എന്ന ഒരു അഹങ്കാരവും ആ കുട്ടിക്കില്ല. ഒരമ്മയോട് കാണിക്കുന്ന എളിമയും സ്നേഹവും അവൾ എന്നോട് എപ്പോഴും കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മഹിയെ അവൾക്ക് ജീവനാ. എല്ലാ മരുമക്കൾക്കും ആ ഒരു ഗുണം ഉണ്ടാവില്ലല്ലോ. എത്രയും പെട്ടെന്ന് മഹിയുടെയും ദക്ഷയുടെയും കല്യാണം ഞാൻ നടത്തും. എനിക്കും ആൺകുട്ടികളല്ലേ ഉള്ളൂ. വീട്ടിലൊരു മരുമകള് വേണമല്ലോ. എന്റെ കാലശേഷം ഈ വീട് ഭരിക്കാൻ തന്റേടമുള്ള ഒരു മരുമകൾ എനിക്ക് വേണം. ആ ഒരു ഗുണം എന്റെ മരുമകൾ ദക്ഷയ്ക്കുണ്ട്. ചിന്നുടെ എവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ.